ഒരു പെൺകുട്ടിക്ക് ഡിമാൻഡുകൾ മുൻപോട്ട് വയ്ക്കാമോ? അവൾക്ക് സംസാരിക്കാമോ? ഒരു സ്ത്രീക്ക് സംസാരിക്കാമോ? സംസാരിച്ചാൽ എന്താകും? സമൂഹം എങ്ങനെ വിലയിരുത്തും? ഒരു ഉദ്യോഗസ്ഥ ഓഫീസിൽ സംസാരിച്ചാൽ ആവശ്യങ്ങളും ഡിമാൻഡുകളും വിളിച്ചു പറഞ്ഞാൽ സ്വീകരിക്കുമോ? ഇന്നത്തെ വീഡിയോയിൽ എൻ്റെ അനുഭവങ്ങളിൽ ഒരു സ്ത്രീയായിട്ട്, ഒരു പെൺകുട്ടിയായിട്ട്, ഒരു ഉദ്യോഗസ്ഥയായിട്ട്, ഒരു സ്ഥാപന മേലധികാരിയായിട്ട്, അല്ലെങ്കിൽ ഒരു പ്രിൻസിപ്പാളായിട്ട് ഉള്ള സ്ത്രീ ജീവിതത്തിലെ എൻ്റെ അനുഭവങ്ങളിൽ സ്ത്രീകൾ ഒച്ച ഉയർത്തിയാൽ അതിൻ്റെ പരിണതഫലം എന്തായിരിക്കും? എങ്ങനെയാണ് സമൂഹം അവരെ നോക്കിക്കാണുന്നത്? ഇപ്പോൾ ഒരു പെൺകുട്ടി വീട്ടിലെ തന്നെ അച്ചടക്കത്തിന് വിധേയയായിരിക്കും. ക്രമത്തിലധികം സംസാരിക്കാൻ പാടില്ല, ദൂരെ എങ്ങും പോകാൻ പാടില്ല, ഒച്ച വയ്ക്കാൻ പാടില്ല. അങ്ങനെ നമ്മുടെ വ്യവസ്ഥിതികൾ തന്നെ തുടക്കത്തിലേ അവൾക്കൊരു വിലങ്ങ് തീർത്തിട്ടുണ്ടാകും. ഒരു അടക്കവും ഒതുക്കവും അവിടുന്ന് തന്നെ സംസാരിക്കാനുള്ള, പ്രതികരിക്കാനുള്ള ശേഷി ഒന്ന് അമർത്തിയാണ് വളർന്നു വരുന്നത്. ഇനി സ്കൂൾ കോളേജ് ക്ലാസ്സുകളിലെത്തിയാലും അവിടെയും മൗനമായിരിക്കും. ആവശ്യങ്ങളോ ഡിമാൻഡുകളോ പ്രതികരണശേഷിയോ അതാവോളം ഉണ്ടെങ്കിലും അത് ഒരു പരിധിവരെ അമർത്തി വെച്ചായിരിക്കും അവരുടെ ജീവിതം മുമ്പോട്ട് പോകുന്നത്. ഇനി നമുക്കൊരു ഉദ്യോഗസ്ഥയെ എടുത്തു നോക്കാം. അവരുടെ ഫീൽഡിൽ അവരൊച്ച വെച്ചാൽ അവർക്ക് മര്യാദയില്ലായ്മ, അച്ചടക്കമില്ലായ്മ എന്നുള്ള ലേബലിൽ അവരെ വിലയിരുത്തും. സമൂഹത്തിലും അതുപോലെ തന്നെ ഒരു സ്ത്രീ സ്വന്തം അഭിപ്രായത്തിൽ, സ്വന്തം കാലിൽ, സ്വന്തം ഇഷ്ടങ്ങൾക്കനുസരിച്ച് നിൽക്കാൻ തുടങ്ങിയാൽ അവൾ അപമാനഭാരം സഹിക്കേണ്ടി വരും. അവൾ അനഭിമതയാകും. ഇതല്ലേ നമ്മുടെ സൊസൈറ്റിയിൽ നടക്കുന്നത്? അപ്പം നമ്മുടെ പെൺകുട്ടികൾ തന്നെ അവർ കാര്യങ്ങൾ ഗ്രഹിക്കണം, ആവശ്യത്തിന് മനസ്സിലാക്കി അത് പ്രതികരിക്കണം, പ്രതികരണശേഷി വേണം, പ്രതികരിക്കാൻ അറിയണം, അതിനൊരളവ് വേണം. അത് എത്രത്തോളം ആകാം എന്നുള്ളത് അനുഭവങ്ങളിലൂടെ മനസ്സിലാക്കിയെടുക്കണം. സ്ത്രീകൾ മുൻപോട്ട് വരണം തന്നെയാണ്. ആവശ്യങ്ങളും ഡിമാൻഡുകളും സംസാരിക്കാനും ഒച്ചവയ്ക്കാനും നേടിയെടുക്കാനും പ്രാപ്തരായി മുൻപോട്ട് വരണമെന്നുള്ളത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. അതുപോലെ കലാലയങ്ങളിലായാലും വിദ്യാഭ്യാസ മേഖലയിലായാലും പെൺകുട്ടികൾ ഒതുങ്ങിപ്പോകാതെ, ശബ്ദമില്ലാതാകാതെ ഒച്ചയോടുകൂടി തന്നെ കാര്യകാരണസഹിതം അവതരിപ്പിക്കാൻ, വാതുറന്ന കാര്യങ്ങൾ പറയാൻ ഗ്രഹിച്ചുകൊണ്ട് തന്നെ അവർ മുന്നോട്ട് പോകണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഏത് കാര്യത്തിനും അതിൻ്റെ മെറിറ്റും ഡീമെറിറ്റും മനസ്സിലാക്കി സന്ദർഭോചിതമായി അത് പ്രവർത്തിക്കാൻ നമ്മുടെ പെൺകുട്ടികളും സ്ത്രീകളും മനസ്സിലാക്കണം, യഥോചിതം പെരുമാറണം. ഇപ്പോൾ ഉദ്യോഗസ്ഥ സ്ഥലത്തിലായാലും ഏത് കാര്യം കണ്ടാലും നമ്മൾ പ്രതികരിക്കാൻ അല്പം ഒന്ന് മടിക്കും. അത് ആ അല്പം മടിക്കുന്നതിൻ്റെ പിറകിൽ വീട്ടിൽ നിന്നേ ഉള്ള ഒരു അച്ചടക്കം, സൊസൈറ്റിയിൽ സ്ത്രീ പാലിക്കേണ്ട അച്ചടക്കം, അങ്ങനെ വിവിധ അച്ചടക്ക മേഖലകൾ അവളെ തകർക്കുന്നതാണ് ആ ഒതുങ്ങലിൻ്റെ പിറകിലുള്ളത്. സ്വതസിദ്ധമായ, സ്വതന്ത്രമായ അഭിപ്രായ സ്വാതന്ത്ര്യം സ്ത്രീക്കും വേണം. അതുണ്ടെങ്കിലും അത് പലപ്പോഴും അത് വിനിയോഗിക്കാൻ നമ്മുടെ സ്ത്രീപക്ഷം ഒതുങ്ങിപ്പോകുന്നു.
അവളുടെ അഭിപ്രായങ്ങളും ആശയങ്ങളും അമ്പെ കൊന്നൊടുക്കപ്പെടുന്നു. അത് അവളിൽ തന്നെ ഒടുങ്ങപ്പെടുന്നു. അത് പാടില്ല. നമുക്ക് നമ്മുടെ ആവശ്യങ്ങളും അനുഭവങ്ങളും അറിവുകളും നമ്മുടെ കഴിവുകളും നമുക്ക് പ്രദർശിപ്പിക്കാൻ കഴിയണം. അതിൽ അഭിമാനം നേടാൻ കഴിയണം. അതിൽ അന്തസ്സോടെ ജീവിക്കാൻ കഴിയണം. അതായിരിക്കണം നമ്മുടെ സ്ത്രീജനങ്ങളുടെ ലക്ഷ്യം. സ്ത്രീകൾ സ്വന്തം കാലിൽ സ്വന്തം ആവശ്യങ്ങൾ നിറവേറ്റാൻ ഒരുമ്പെട്ടാൽ അവളെ അനഭിമതയായിട്ടോ അഭിമാനമില്ലാത്തവളായിട്ടോ സൊസൈറ്റി മുദ്ര കുത്തപ്പെടുന്നു. അത് തുടക്കത്തിലേ തുടങ്ങുകയാണ്. പെൺകുട്ടിയായിരിക്കുമ്പോഴേ അങ്ങനെ തന്നെ. അച്ചടക്കമില്ലായ്മ, കുറച്ചൊരു ആക്റ്റീവായിട്ട് നടക്കുന്ന കുട്ടിയാണെങ്കിൽ അച്ചടക്കമില്ലായ്മ ആരോപിച്ച് അവളെ കെടുത്തും. അങ്ങനെ ആ മൂശയിൽ വാർത്തെടുക്കുന്ന കുട്ടി വളർന്ന് വലുതാകും തോറും അവളുടെ സ്വഭാവത്തിലും ആ അച്ചടക്കം അടിച്ചേൽപ്പിച്ചതിൻ്റെ പോറലുകൾ നിമിത്തം അധികം ഉച്ചരിക്കാതെ സൈലൻ്റ് ആകാൻ ശ്രമിക്കും. കാര്യങ്ങളൊക്കെ ഗ്രഹിക്കുമെങ്കിലും, കാര്യങ്ങളൊക്കെ മനസ്സിലാകുമെങ്കിലും, മിടുക്കിയാണെങ്കിലും വാചാലയാണെങ്കിലും എന്തൊക്കെയാണെങ്കിലും ശരി, അവൾ സ്വയം ഒതുങ്ങാൻ തീരുമാനിക്കും. ആ ഒതുങ്ങലിൻ്റെ പിറകിൽ സൊസൈറ്റിയുടെ ഈ അനഭിമതയാക്കുന്ന കാഴ്ചപ്പാടാണ്. അത് ബന്ധുജനങ്ങളിൽ നിന്ന്, നാട്ടുകാരിൽ നിന്ന്, നാം ഇടപെടുന്ന സൊസൈറ്റിയിൽ നിന്ന് നമ്മെ ചുറ്റി വരിയുന്ന ഒരു പ്രവണതയാണ് ഈ സ്ത്രീ സംസാരിക്കാൻ പാടില്ല, ഒച്ച വയ്ക്കാൻ പാടില്ല, അവളുടെ ആവശ്യങ്ങൾ പരിമിതപ്പെടുത്തി ഒതുങ്ങി കഴിയണം എന്നുള്ള ചിന്താഗതി. അതിനോട് ഞാൻ ഒരിക്കലും യോജിക്കുന്നില്ല. നമ്മുടെ ആവശ്യങ്ങൾ അതിൽ മെറിറ്റും ഡീമെറിറ്റും നോക്കി, അതിൻ്റെ ന്യായാന്യായങ്ങൾ നോക്കി അത് തുറന്ന് സംവദിച്ച് നേടിയെടുക്കുക തന്നെ ചെയ്യണം. ഒപ്പത്തിനൊപ്പം നിന്ന്, പുരുഷന്മാർക്ക് ഒപ്പത്തിനൊപ്പം നിന്ന് ആ ആവശ്യങ്ങൾ നേടിയെടുക്കാൻ, അതിനുവേണ്ടി ഒച്ചവയ്ക്കാൻ, അതിനുവേണ്ടി സംസാരിക്കാൻ സ്ത്രീകൾ ബാധ്യസ്ഥരാകണം. അതിനവർ തയ്യാറാകണം. അതിനുള്ള പരിസ്ഥിതി നമുക്ക് ഉടലെടുക്കണം. നമ്മുടെ സംവിധാനങ്ങളിൽ മാറ്റം വേണം. നമ്മുടെ ചിന്താ രീതികളിൽ മാറ്റം വേണം. അത് കുടുംബങ്ങളിൽ നിന്നേ തുടങ്ങണം. പെൺകുട്ടിയെയും നന്നായിട്ട് കാര്യങ്ങൾ അവതരിപ്പിക്കാനും അതിനുള്ള സ്വാതന്ത്ര്യവും നൽകി അവരുടെ ഡിമാൻഡുകളും അവരുടെ ആവശ്യങ്ങളും ന്യായമാണോ എന്ന് മനസ്സിലാക്കി അത് പ്രോത്സാഹിപ്പിക്കാനും വേണ്ടാത്തത് നിരുത്സാഹപ്പെടുത്താനും അവരെ മുൻപോട്ട് നയിക്കാനും നമ്മുടെ വീടുകളിൽ നിന്നേ, നമ്മുടെ രക്ഷിതാക്കളിൽ നിന്നേ, പേരൻസിൽ നിന്നേ ഉണ്ടാകണം. അതുപോലെ സ്കൂൾ കോളേജ് തലത്തിൽ വിദ്യാഭ്യാസ മേഖലയിലും കുട്ടികളുടെ സർവതോമുഖമായ വികസനം, അതായത് അവരുടെ ആശയവിനിമയം മുതൽ അവരുടെ പഠിത്തം വരെ എല്ലാം ഇമ്പ്രൂവ് ആകാനുള്ള ഒരു പാഠ്യേതര അവതരണ ശൈലി അവിടെ നമുക്കും ഉണ്ടാകണം. അവരിൽ അത് ഉണ്ടാക്കിയെടുക്കണം. ശക്തമായി, ശക്തിയുക്തമായി, ശക്തിഭദ്രമായി വർത്തമാനം പറയാനും കാര്യങ്ങൾ ഗ്രഹിക്കാനും നേടിയെടുക്കാനും ഉള്ള ഒരു പ്രാപ്തി നമ്മുടെ പെൺകുട്ടികൾക്കും ഉണ്ടാക്കേണ്ടിയിരിക്കുന്നു. അതിനായി നമ്മുടെ സിസ്റ്റങ്ങൾ, നമ്മുടെ എഡ്യൂക്കേഷണൽ സിസ്റ്റം, നമ്മുടെ ഗാർഹിക മേഖല, നമ്മുടെ സമുദായം, നമ്മുടെ സൊസൈറ്റി, നമ്മുടെ സമൂഹം, നമ്മുടെ ബന്ധുജനങ്ങൾ, നമ്മുടെ നാട്ടുകാർ, എല്ലാവരുടെയും സപ്പോർട്ടോടുകൂടി എല്ലാവരും സപ്പോർട്ട് ചെയ്യണമെന്നുള്ളതാണ്. എല്ലാവരുടെയും മനസ്സിലൊരു മാറ്റം വരണം. നമ്മുടെ പെൺകുട്ടികൾ അവർ കാര്യങ്ങൾ ഗ്രഹിച്ച് അതിനെ ഡിമാൻഡ് ചെയ്ത് അത് നേടിയെടുക്കാൻ മുന്നോട്ട് പോകാനുള്ള ഒരു സാമൂഹ്യ ചുറ്റുപാട് നാം ഉണ്ടാക്കി കൊടുക്കേണ്ടതുണ്ട്. ഇപ്പോൾ നിലവിലുള്ളതിന് ആവശ്യമായ പരിപോഷ നടത്തി കൊടുക്കേണ്ടതുണ്ട്. തീരെ ഇല്ല എന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. എവിടെയെങ്കിലും കുറവുകളും പോരായ്മകളും ധാരാളമുണ്ട്. അത് നമ്മൾ ആ മേഖലകളിൽ എത്തുമ്പോഴേ മനസ്സിലാകൂ. അധികം സംസാരിക്കാതെ, ആവശ്യങ്ങളോട് ഒന്നും പൊരുതി നേടാതെ
സൈലൻ്റായിരിക്കുന്ന ഒരുപാട് പേരെ, പെൺകുട്ടികളെ ആണെങ്കിലും സ്ത്രീകളെ ആണെങ്കിലും ഉദ്യോഗസ്ഥരെ ആണെങ്കിലും ഒക്കെ നമുക്ക് കാണാൻ കഴിയും. ഒന്നിനും പോണ്ട, നമ്മളെങ്ങനെയെങ്കിലും നമ്മുടെ കാര്യങ്ങൾ നോക്കുക, വീട്ടിൽ പോവുക. ഇതിനപ്പുറത്തേക്ക് അവർക്കൊരു ലോകമില്ല. അതവിടെ അവരത് സ്വയം ഒതുങ്ങുന്നതാണ്. ഒതുങ്ങിയില്ലെങ്കിൽ അതിൻ്റെ തിക്തഫലങ്ങൾ എന്തായിരിക്കുമെന്ന് ആലോചിച്ച് അതിലവർ സ്വയം ഒടുങ്ങുകയാണ്. അതല്ല ശരിയായ രീതി. നമ്മുടെ സ്ത്രീകളും പെൺകുട്ടികളും കരുത്തോടെ മുൻപോട്ട് വരാൻ നമ്മുടെ സംവിധാനങ്ങളും ഉണർന്ന് പ്രവർത്തിക്കേണ്ടതുണ്ട്. ഇതാണ് ഇന്നത്തെ വീഡിയോയിൽ എനിക്ക് പറയാനുള്ളത്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് പ്രതീക്ഷിക്കുന്നു. അഭിപ്രായ വ്യത്യാസങ്ങളോ അഭിപ്രായ സമന്വയങ്ങളോ ആശയവിനിമയങ്ങളോ നിങ്ങളുടെ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും പ്രതീക്ഷിച്ചുകൊണ്ട് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.